ചീറിപ്പാഞ്ഞു പോയ വാഹനം ഒടുവള്ളിയിലെത്തുമ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. വാഹനം ഒരു ക്രിസ്ത്യൻ ചർച്ച് കടന്ന് മുന്നോട്ട് നീങ്ങിയതോടെ തീർത്തും ജനവാസമില്ലാത്ത മേഖലയായി തുടങ്ങി. പ്രധാന റോഡിൽ നിന്നും മാറി തെരുവുവിളക്കുകളില്ലാത്ത ഇരുട്ടിൻ്റെ കാഠിന്യമേറിയ ഊടുവഴികളിലൂടെയായി പിന്നീടുള്ള സഞ്ചാരം. വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ മാത്രം ഒതുങ്ങുന്ന കാഴ്ചകൾ. മഞ്ഞുവീഴ്ച കാരണം ആ കാഴ്ചകളും മങ്ങിയിരുന്നു. ആഴം കുറഞ്ഞ അരുവിക്ക് കുറുകെയുള്ള പാലം കടന്നതോടെ ഇരുഭാഗത്തും കാടുകൾ തിങ്ങി നിറഞ്ഞ വനമേഖലയിലെത്തി. അല്പദൂരം സഞ്ചരിച്ചപ്പോൾ തന്നെ ശ്രീലക്ഷ്മി വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. മുകുന്ദൻ വണ്ടി നിർത്തിയെങ്കിലും ചെറിയൊരു ഭയം ഉള്ളിൽ ഉരുത്തിരിഞ്ഞു തുടങ്ങി. ആ വിജനമായ റോഡരികിൽ ആരായാലും ഭയന്നു പോകും. ഒരു മുൻകരുതലെന്നോണം വണ്ടിയിലുണ്ടായിരുന്ന റിവോൾവർ എടുത്ത് കയ്യിൽ കരുതി. പിന്നെ വണ്ടിയിൽ നിന്നും ഇറങ്ങാനൊരുങ്ങിയ ശ്രീലക്ഷ്മിയോട് ചോദിച്ചു, ഇവിടെ എന്തിനാണ് വണ്ടി നിർത്താൻ പറഞ്ഞത്? ഡോർ തുറന്ന വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ശ്രീലക്ഷ്മി ഇരുട്ടുമൂടിക്കിടന്ന കാട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഹെഡ് കോൺസ്റ്റബിൾ അശോകന്റെ മൃതദേഹം കണ്ടെത്തിയത് ആ കാട്ടിനുള്ളിൽ നിന്നാണ്. അതേസമയം പിൻസീറ്റിലിരുന്ന അഷ്റഫും പുറത്തിറങ്ങി. കയ്യിലുണ്ടായിരുന്ന വലിയ ടോർച്ച് കാട്ടിലേക്ക് തെളിയിച്ചു. അപ്പോഴും മുകുന്ദൻ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിരുന്നില്ല. ടോർച്ചിന്റെ വെളിച്ചത്തിൽ ശ്രീലക്ഷ്മി കാട് ലക്ഷ്യമാക്കി നടത്തം ആരംഭിച്ചു. പിന്നാലെ അഷ്റഫും ഉണ്ടായിരുന്നു. അവരുടെ പെരുമാറ്റങ്ങളിൽ എന്തൊക്കെയോ അസ്വാഭാവികമായി തോന്നിയതിനാൽ വണ്ടിയിലിരുന്നു കൊണ്ട് തന്നെ ഉറക്കെ ചോദിച്ചു, ഈ രാത്രി തന്നെ കാട് കയറണോ? തിരിഞ്ഞു നോക്കിയ ശ്രീലക്ഷ്മി ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു, സാറിന് പേടിയുണ്ടോ? അത് കേട്ടതും മുകുന്ദൻ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി റിവോൾവർ ലോഡ് ചെയ്തുകൊണ്ട് ഇരുവർക്കും അരികിലേക്ക് നടന്നെടുത്തു. പിന്നെ അല്പം താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, പേടികൊണ്ടല്ല, രാത്രിയിൽ ഇത്തരം കാടുകളിൽ അപകടങ്ങൾ കൂടുതലാണ്. ഇഴജന്തുക്കളോ മറ്റോ ആക്രമിച്ചാൽ അടുത്തെങ്ങും ആശുപത്രി പോലുമില്ല. മുകുന്ദന്റെ വാക്കുകൾക്ക് ശ്രീലക്ഷ്മി അല്പം ഗൗരവത്തോടെയായിരുന്നു മറുപടി കൊടുത്തത്. ഈ രാത്രി തന്നെ കാട് കയറണമെന്ന് ഞങ്ങൾക്കും യാതൊരു നിർബന്ധവുമില്ല. അന്വേഷണ റിപ്പോർട്ട് നൽകാൻ സാറിൻ്റെ കയ്യിൽ ഇനി 6 ദിവസങ്ങൾ മാത്രമേയുള്ളൂ. ഭയമാണെങ്കിൽ മടങ്ങിപ്പോകാം. ശ്രീലക്ഷ്മിയുടെ വാക്കുകൾക്ക് മറുപടി നൽകാനാവാതെ മുകുന്ദൻ ഒരു നിമിഷം പകച്ചു നിന്നു. പിന്നെ റിവോൾവറും കയ്യിലേന്തി ചുറ്റും കണ്ണോടിച്ച് അവർക്ക് പിന്നാലെ മുകുന്ദനും നടന്നു. അവിടെയെങ്ങും ചീവീടുകളുടെ കാതടപ്പിക്കുന്ന ശബ്ദമാണ്. അതിനിടയിൽ മൂങ്ങകളുടെ മൂളലുകളും കേൾക്കാം. കൂറ്റൻ വൃക്ഷങ്ങളുടെ വേരുകളിൽ കാൽ തട്ടിയുള്ള നടത്തം മുകുന്ദനെ അലോസരപ്പെടുത്തി. പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കാട്ടുപള്ളികൾ തട്ടിമാറ്റി അവർ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. പിറകിൽ നിന്നും വശങ്ങളിൽ നിന്നും ഞെരുങ്ങിയമരുന്ന ഇലകളുടെ ശബ്ദം കേൾക്കാം. തന്നെ ആരൊക്കെയോ പിന്തുടരുന്നുണ്ട് എന്നൊരു തോന്നൽ മുകുന്ദനെ അസ്വസ്ഥനാക്കി. മുന്നോട്ട് നീങ്ങും തോറും വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് മുൾച്ചെടികളും മൂർച്ചയേറിയ മരക്കമ്പുകളും അങ്ങിങ്ങായി ഏന്തി വലിഞ്ഞ വഴികളിലേക്ക് തള്ളിക്കിടപ്പുണ്ട്. മുള്ളുകളിൽ തട്ടി മുകുന്ദന്റെ കൈകാലുകൾ മുറിച്ച് ചെറുതായി രക്തം പൊടിഞ്ഞു തുടങ്ങി. വഴിയിലെ തടസ്സങ്ങളൊന്നും മുഖവിലക്കെടുക്കാതെ ശ്രീലക്ഷ്മിയും അഷ്റഫും അതിവേഗത്തിൽ മുന്നോട്ട് നടക്കുകയാണ്. കുറച്ചു ദൂരം നടന്നപ്പോൾ മുകുന്ദൻ പ്രതികരിച്ചു, നിർത്ത്, നിങ്ങളിത് എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്? കുറച്ച് സമയമായാലോ ഈ നടത്തം തുടങ്ങിയിട്ട്. ഉടനെ അഷ്റഫ് മറുപടി കൊടുത്തു, സാർ എത്താറായി സാർ, ഇനി കുറച്ചു ദൂരം കൂടി മാത്രം. അക്ഷമയോടെ ആണെങ്കിലും മുകുന്ദൻ അവരുടെ കൂടെ കുറച്ചു ദൂരം കൂടി നടന്നു നീങ്ങി. അല്പം കൂടി മുന്നോട്ട് നടന്നപ്പോൾ പിന്നെ വിശാലമായ ഒരു അരുവിയുടെ കരയിലാണ് അവർ എത്തപ്പെട്ടത്. മുകുന്ദൻ നന്നേ ക്ഷീണിതനായിരുന്നു. കിതച്ചുകൊണ്ട് മെല്ലെ തറയിലിരുന്നു. അപ്പോഴും അരുവിയുടെ അരികിലുള്ള മരം ലക്ഷ്യമാക്കി ശ്രീലക്ഷ്മിയും അഷ്റഫും നടക്കുന്നുണ്ടായിരുന്നു. ഹേയ്, നിങ്ങൾ രണ്ടുപേരും മനുഷ്യന്മാരല്ലേ? നിങ്ങൾക്ക് തളർച്ചയും ക്ഷീണവുമില്ലേ? മുകുന്ദൻ്റെ വാക്ക് കേട്ട് ഇരുവരും മുകുന്ദൻ്റെ അരികിലേക്ക് തന്നെ തിരികെ വന്നു. അരുവിയുടെ അരികിലായുള്ള ഒരു മരച്ചുവട്ടിൽ പോലീസിൻ്റെ യെല്ലോ വാണിംഗ് ടാപ്പ് ചതുരാകൃതിയിൽ പതിച്ച ഇടമുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, സാർ, അവിടെയായിരുന്നു അശോകന്റെ മൃതദേഹം കിടന്നിരുന്നത്. അവശതയിലാണെങ്കിലും മുകുന്ദൻ മെല്ലെ എഴുന്നേറ്റു. പിന്നെ മരച്ചുവട് ലക്ഷ്യമാക്കി അവർക്ക് പിന്നാലെ നടത്തം ആരംഭിച്ചു. സാർ, ഇത് DYSP എബ്രഹാമിൻ്റെ ചുമതലയിൽപ്പെടുന്ന സ്ഥലമാണ്. 2021 ഒക്ടോബർ 16 രാത്രി അദ്ദേഹത്തിൻ്റെ വാട്സാപ്പിലേക്ക് ഒരു സന്ദേശം വരികയുണ്ടായി. അതൊരു ഭയപ്പെടുന്ന സന്ദേശമാണ് സാർ. അത് കേട്ടതും വളരെയധികം ആകാംക്ഷയോടെ മുകുന്ദൻ ചോദിച്ചു, എന്തായിരുന്നു ശ്രീലക്ഷ്മി ആ സന്ദേശം? ശ്രീലക്ഷ്മി ഒരു നിമിഷം മൗനം പാലിച്ചു. പിന്നെ അഷ്റഫിൻ്റെ തോളിൽ തൂക്കിയിട്ടിരുന്ന ലാപ്ടോപ്പ് പുറത്തെടുത്തുകൊണ്ട് പറഞ്ഞു, അത് അശോകന്റെ മൃതദേഹം ഉൾപ്പെടുന്ന 30 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയും ഒരു ശബ്ദ സന്ദേശവും പിന്നെ 3 ഫോട്ടോകളുമാണ്. അത് കേട്ടതും മുകുന്ദൻ ആകെ അസ്വസ്ഥനായി. പിന്നെ തലയിൽ കൈവച്ച് അറിയാതെ 2 അടി പിറകോട്ട് നടന്നു. എന്താ ശ്രീലക്ഷ്മി ഇതൊക്കെ? സാർ, മിത്ര മരിച്ചെന്ന വാട്സപ്പ് സന്ദേശം അശോകൻ SI സദാശിവൻ അയച്ചു കൊടുത്തത് എങ്ങനെയാണോ ഇവിടെയും അതേ പാറ്റേണാണ് കാണാൻ സാധിക്കുന്നത്. ശ്രീലക്ഷ്മി പറഞ്ഞതിൻ്റെ ഞെട്ടൽ മാറാതെ സ്വന്തം തലമുടിയിൽ മുകുന്ദൻ കൈയോടിച്ചു കൊണ്ടിരുന്നു. ലാപ്ടോപ്പ് തുറന്ന് കൊലയാളി അയച്ച വീഡിയോ പ്ലേ ചെയ്ത് മുകുന്ദന് നേരെ പിടിച്ചു. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന മുകുന്ദനോട് ശ്രീലക്ഷ്മി തുടർന്ന് പറഞ്ഞു, പിന്നെ മറ്റൊരു കാര്യം കൂടി സാർ, ഈ സന്ദേശം അയച്ച നമ്പർ മിത്രയുടേതായിരുന്നു.
ഉടനെ ഡിവൈഎസ്പി എബ്രഹാമിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. സന്ദേശം വന്ന നമ്പറിന്റെ ടവർ ലൊക്കേഷൻ ഉടുവള്ളിയാണെന്ന് മനസ്സിലാക്കി. രാത്രി ഉടനീളമുള്ള അന്വേഷണത്തിനൊടുവിൽ മൃതദേഹം കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അശോകൻ മരിച്ചിട്ട് 48 മണിക്കൂർ കഴിഞ്ഞിരുന്നു. അപ്പോൾ ശ്രീലക്ഷ്മി, ആ ശബ്ദ സന്ദേശത്തിൽ എന്തായിരുന്നു? ലാപ്ടോപ്പിൽ നിന്ന് ഡിവൈഎസ്പി എബ്രഹാമിന് വന്ന ശബ്ദ സന്ദേശം കൂടി ശ്രീലക്ഷ്മി മുകുന്ദന് പ്ലേ ചെയ്തു കൊടുത്തു. സാറ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പണം അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ വലിച്ചിഴക്കരുത്. ഇതായിരുന്നു ആ ശബ്ദ സന്ദേശം. അത് കേട്ടുനിന്ന മുകുന്ദന് ഒന്നും മനസ്സിലായില്ല. ഇതെന്തിനാ ശ്രീലക്ഷ്മി ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം? സർ, ഇത് കേൾക്കുന്ന ശബ്ദം SI സദാശിവൻ്റെതാണ്. ഇതൊരു പക്ഷേ കൊലയാളി നൽകുന്ന ക്ലൂ ആയിരിക്കാം, അല്ലെങ്കിൽ കേസ് വഴിതിരിച്ചു വിടാൻ മനഃപൂർവ്വം ചെയ്യുന്നതാവാം. ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് സർ. എന്താ ശ്രീലക്ഷ്മി അത്? ശ്രീലക്ഷ്മി മുകുന്ദൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അശോകന്റെ സംഭവത്തിന് സമാനമായി അവസാനം കൊല ചെയ്യപ്പെട്ട SI സദാശിവന്റെ കൊലപാതകത്തിലും നടന്നിട്ടുണ്ട്. മൃതശരീരത്തിന്റെ 30 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയും ഒരു ശബ്ദ സന്ദേശവും 3 ചിത്രങ്ങളും. സദാശിവൻ കൊല ചെയ്യപ്പെട്ട സ്ഥലത്തെ അധികാരപരിധിയിലെ ഉദ്യോഗസ്ഥനായ ACP ജയരാജനും വാട്സപ്പ് സന്ദേശമായി ലഭിച്ചിരുന്നു. അതുകൂടി കേട്ടതോടെ മുകുന്ദൻ ആകെ ആശയക്കുഴപ്പത്തിലായി. പിന്നെ നേർത്ത ശബ്ദത്തിൽ ശ്രീലക്ഷ്മിയോട് ചോദിച്ചു, ഇതുകൊണ്ടൊക്കെ കൊലയാളി എന്താണ് ഉദ്ദേശിക്കുന്നത് ശ്രീലക്ഷ്മി? കൊലയാളി ആരെയോ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു സാർ. ഇത് വളരെ ആസൂത്രിതമായ കൊലപാതക പരമ്പരയാണ്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത ഉദ്യോഗസ്ഥരുടെ അധികാര പരിധിയിൽപ്പെടുന്ന സ്ഥലങ്ങളിൽ വെച്ച് കൊല ചെയ്യുന്നു. എല്ലാ കൊലപാതകങ്ങൾക്കും പിന്നിൽ ഒരേ ആൾക്കാരാണ് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ തെളിവ് നൽകുന്നു. ശ്രീലക്ഷ്മിയുടെ ഓരോ വാക്കുകളും ശ്വാസമടക്കി പിടിച്ച് മുകുന്ദൻ കേട്ടുകൊണ്ടിരുന്നു. സർ, ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് സാറാണ്. ശ്രീലക്ഷ്മി എന്താണ് ചോദിക്കാൻ പോകുന്നതെന്നറിയാൻ മുകുന്ദൻ ആകാംക്ഷയോടെ കാത്തുനിന്നു. അശോകൻ മരിച്ചപ്പോൾ ആ പരിധിയിലെ അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പി എബ്രഹാമിന് കൊലയാളികളിൽ നിന്ന് വാട്സപ്പിൽ സന്ദേശം ലഭിച്ചു. സദാശിവൻ മരിച്ചപ്പോൾ ആ പരിധിയിലെ അന്വേഷണ ചുമതലയുള്ള ACP ജയരാജനും വാട്സപ്പിൽ സന്ദേശം ലഭിച്ചു. ഡോക്ടർ വിമല കൊല ചെയ്യപ്പെട്ടത് അസിസ്റ്റന്റ് കമ്മീഷണറായ സാറിന്റെ അധികാര പരിധിയിൽ നിന്നല്ലേ? അതെന്താ സാറേ, സാറിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് കൊലയാളി ഒന്നും അയക്കാതിരുന്നത്? അത് കേട്ടതും മുകുന്ദൻ വലിയ ശബ്ദത്തിൽ അലറി, ഏയ് ഏയ്, നീ എന്താ പറഞ്ഞു വരുന്നത് ശ്രീലക്ഷ്മി? ക്ഷുഭിതനായി കൺമുന്നിൽ വന്നു നിന്ന മുകുന്ദനോട് കണ്ണിമ വെട്ടാതെ മുഖത്ത് നോക്കി തന്നെ ശ്രീലക്ഷ്മി പറഞ്ഞു, സർ, ഞാൻ സാറിന് മോശമായെന്നും പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് കൊലയാളി സാറിന് മെസ്സേജ് അയച്ചില്ല എന്നാണ് ചോദിച്ചത്. ശ്രീലക്ഷ്മിയെ അല്പം പിറകോട്ട് തള്ളിയ ശേഷം മുകുന്ദൻ വലിയ ശബ്ദമെടുത്തുകൊണ്ട് പറഞ്ഞു, എന്നെ ചോദ്യം ചെയ്യാനോളമെന്നും നിന്റെ കാക്കിക്കുപ്പായത്തിന് വളർച്ച എത്തിയിട്ടില്ല ശ്രീലക്ഷ്മി. മുകുന്ദന്റെ ആ മറുപടിയോടെ ശ്രീലക്ഷ്മി പിന്നെ ഒന്നും മിണ്ടിയില്ല. കലിയടങ്ങാത്ത മുകുന്ദൻ അടുത്തുള്ള മരത്തിൽ കൈകൊണ്ട് ആഞ്ഞു കുത്തുന്നുണ്ടായിരുന്നു. പിന്നെ അല്പസമയം ആ മരച്ചോട്ടിൽ തന്നെ ഇരുന്നു. ഒന്നും മിണ്ടാതെ ശ്രീലക്ഷ്മിയും അഷ്റഫും മുകുന്ദനെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ മുകുന്ദൻ അല്പം തണുത്തു. പിന്നെ മെല്ലെ എഴുന്നേറ്റ് ശ്രീലക്ഷ്മിക്ക് അരിവിൽ ചെന്നു. ദയവായി നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം പിടിച്ചാൽ ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്നും ചെയ്യുന്നതെന്നും എനിക്ക് തന്നെ അറിയില്ല. പിന്നെ ചോദിച്ച ചോദ്യം ന്യായം തന്നെയാണ്. അതിനെനിക്ക് ഒരു ഉത്തരമേയുള്ളൂ. അങ്ങനെ ഒരു സന്ദേശം എനിക്ക് വന്നിട്ടില്ല. ഒരുപാട് നേരത്തെ മൗനം മതിയാക്കി ശ്രീലക്ഷ്മിയും മറുപടി പറഞ്ഞു, സോറി സാർ. ചെറിയ സമയത്തുണ്ടായ പിണക്കമാണെങ്കിലും ശ്രീലക്ഷ്മി പിന്നെ അധികം സംസാരിച്ചില്ല. അതുകൊണ്ട് തന്നെ മുകുന്ദൻ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. അശോകന്റെ ശരീരം എങ്ങനെയാണ് ഇവിടെ കൊണ്ടിട്ടത്? മുകുന്ദന്റെ ചോദ്യത്തിന് ശ്രീലക്ഷ്മി വീണ്ടും വാചാലയായി. നമ്മൾ കടന്നു വന്ന വഴിയിലൂടെയാണ് മൃതദേഹം കൊണ്ടുവന്നത് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. കൊണ്ടുവരുന്ന സമയത്ത് വഴിയിൽ അങ്ങിങ്ങായി ചില കമ്പുകളിലും മുള്ളുകളിലും മൃതദേഹം ഉരഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹത്തിലും കമ്പുകൾ ഉരഞ്ഞതിൻ്റെ പാടുകളുണ്ട്. തുണിയിലോ മറ്റോ കെട്ടി മൃതദേഹം 2 പേർ ചുമന്നുകൊണ്ടുവന്നു എന്നാണ് നിഗമനം. അശോകന്റേതല്ലാത്ത ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ചെരുപ്പിന്റെ പാടുകൾ കണ്ടെത്തിയതാണ് ഇങ്ങനെയൊരു നിഗമനത്തിലെത്താൻ പ്രധാന കാരണം. ഈ പരിസരത്തു നിന്നും മിത്രയുടെ വിരലടയാളവും മുടിയും ലഭിച്ചിരുന്നു എങ്കിലും കൊലയാളി മിത്രയുടെ ഐഡന്റിറ്റി ഉപയോഗിക്കുന്നതായി ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നതിനാൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ മാത്രമേ അത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ക്രൈംബ്രാഞ്ച് ആ തെളിവുകളൊക്കെ തള്ളിക്കളഞ്ഞു. ഓക്കെ ശ്രീലക്ഷ്മി, ഇനി നിങ്ങളുടെ നിഗമനം എന്താണെന്ന് പറയൂ. സർ, മിത്ര മരിച്ചിട്ടില്ല.